ഹായ് ഫ്രണ്ട്സ്, ഡിയർ എക്സ് എന്ന സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ക്ലാസ് കഴിഞ്ഞ് അജൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അവളുടെ രണ്ട് ഫ്രണ്ട്സ് വന്ന്, നീ പോകിയല്ലേ, ഒരു കാര്യം അറിഞ്ഞായിരുന്നോ, ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായി. ജയിലില്ലേ, അവൻ ലോൺ ഷാർക്കിങ് ചെയ്തു. കേട്ടാ നീ ഞെട്ടും, അത്രയും വലിയ എമൗണ്ട്. എത്തിക്സിന്റെ സാറ് ഭയങ്കരമായിട്ട് ചൂടായി. അവൻ പറ്റിച്ച പൈസ മേടിക്കുന്നതില് ഇവക്കും വലിയ പങ്കുണ്ടല്ലോ. അതുകൊണ്ട് നേരെ അവനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. ആദ്യം നോക്കുമ്പോ കാണുന്നില്ല, തിരിഞ്ഞു പോവാൻ നിൽക്കുമ്പം അവൻ അവിടുന്ന് പുറത്തേക്ക് ഇരുന്നുണ്ട്. നടന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ, പക്ഷെ പേടിക്കണ്ട, നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവള് പെട്ടെന്ന് വന്ന് ഹഗ് ചെയ്യുന്നു. അത് അവനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഒരുമാതിരി ഫ്രീസ് ആയണക്ക് നിൽക്കുന്നു. നീ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞ് കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുമ്പം അവന് കുറച്ച് വേദന എടുക്കുന്നുണ്ട്. ജയന്റെ അച്ഛൻ അവനെ ഒരുപാട് അടിക്കും, അതുകൊണ്ടാണ് അടി കിട്ടിയ വേദന. അച്ഛൻ എങ്ങനെയാ സംസാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. വോയിസ് കൂടുക, കുറെ എക്സൈറ്റ്മെന്റ് വരിക, ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഫേസും, മോസ്റ്റ്ലി പ്ലെയിൻ ആയിരിക്കും. നിന്നെ വീണ്ടും അടിച്ചോ, നീ എന്തിനാ ഇങ്ങനെ അച്ഛൻ തല്ലുന്നത്, മൊത്തം മേടിച്ചോണ്ടിരിക്കുന്നത്, നിനക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ. നീ എന്നെ നോക്കുന്നത് എപ്പോഴും എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്, പതറ്റിക് ആയിട്ട് നോക്കുന്നതാണല്ലേ. പിന്നെ ഇതാ നോക്ക്, അച്ഛൻ എന്നെ അടിക്കുമ്പം ഞാൻ അതെല്ലാം കൊള്ളുന്നത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, അടിക്കട്ടെ എന്ന് വിട്ടുകൊടുത്ത് വാങ്ങുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരാളെ ആയിരിക്കും അച്ഛൻ പോയി അടിക്കുക. പിന്നെ എന്തൊക്കെയായാലും ഞാനൊരു യൂസ്ലെസ് ആയിട്ടുള്ള മോനാണെങ്കിലും അച്ഛനെ തിരിച്ചടിക്കുന്നത് ശരിയില്ലല്ലോ. അടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നിനക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതിന് ഒരുവിധ കുഴപ്പമില്ല. നീ യൂസ്ലെസ് അല്ല, അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും എന്നും കൂടെ പറയുമ്പം ചെക്കൻ കുറച്ചും കൂടെ വീഴുന്നുണ്ട്. ഇവരിങ്ങനെ പരസ്പരം നോക്കിയിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവിടെ മറിഞ്ഞു നിന്ന് സംഖ്യ കാണുന്നുണ്ട്. ഫോട്ടോയോ വീഡിയോയോ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും എടുത്തിട്ടില്ല. ഇത് കണ്ട് അവള് വേറെ തരത്തില് വില്ലത്തരത്തിൽ നിൽക്കുമ്പം ആദ്യം ജയോട് സംസാരിക്കുന്നത്, ഇവർ രണ്ടും സംസാരിക്കുന്നത്, സംഖ്യ കാണുന്നത് എന്ന് തുടങ്ങി ഇവിടെ നടക്കുന്ന മൊത്തം ഡ്രാമകളും കണ്ടുകൊണ്ട് മേലെ യൂഞ്ചനുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ആജിൻ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ പാത്രത്തിലേക്ക് സംഖ്യ റോസ് മിൽക്ക് ഒഴിക്കുകയാണ്. ആജിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഫ്രണ്ട്സ് ആണ് കുറച്ചുകൂടെ ചൂടാവുന്നത്. എന്ത് പരിപാടിയാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ച്, അതൊന്നും സാരില്ലാന്ന് ചിരിച്ചുകൊണ്ട് അവൾ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പണി കൊടുക്കുന്നതൊക്കെ വേറെ സിസ്റ്റത്തിലാണല്ലോ. ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കുമ്പം ജയന്റെ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്. അവന്റെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. പിന്നെങ്ങനെയാ ഇത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പം അപ്പൊ നീയാണല്ലേ ജയന്റെ ബോസ് എന്നും പറഞ്ഞ് സംഖ്യ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഞാനാണ് നിന്നെ കണ്ടുപിടിച്ചത്, ഇത് വല്ലതും ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും എന്ന ഒരുമാതിരി പ്രൊവോക്ക് ചെയ്യുമ്പം ഹീറോയിൻ ഒന്നും മിണ്ടത്തില്ല, ജസ്റ്റ് അങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. അപ്പോഴാണ് അവള് കാണുന്നത് ബേക്കിലായിട്ട് യൂഞ്ചുൻ വന്ന് നിൽക്കുന്നത്. ജസ്റ്റ് അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ അവിടുന്ന് പോവാണ്. പുറകെ പോവാൻ നിൽക്കുന്ന സംഖ്യനെ വിളിച്ച് അവളെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. ആ റിപ്ലൈ ലെറ്റർ ആജിൻ മൊത്തത്തില് കൊളവാക്കി എന്നുള്ള കാര്യം നിനക്ക് അറിയായിരിക്കും. എനിക്ക് നിന്റെ അടുത്ത് കാര്യം ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവക്ക് ഷോക്ക്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലായിരുന്നോ, എനിക്കും നിന്നെ തിരിച്ചിഷ്ടമാണ്. യൂഞ്ചിനിത് പറയേണ്ട താമസം പെണ്ണിന് ഭയങ്കരമായിട്ട് ഹാപ്പി നാണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നിനക്കറിയാലോ, എനിക്ക് കൈൻഡ് ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെ വേണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് നീ ആരുടെ അടുത്തും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകരുത്. അയ്യോ, ഞാൻ അങ്ങനൊന്നും ചെയ്യാറേ ഇല്ല എന്നവള്. അല്ല, നീയും ആജിനും തമ്മിൽ പ്രശ്നമുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മളെ ഡേറ്റ് ചെയ്യുന്നവരെയെങ്കിലും അവളുടെ അടുത്ത് വെറുതെ പ്രശ്നത്തിന് പോകണ്ട. അങ്ങനെയൊന്നും ഇല്ലാന്നേ. ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ നല്ല ക്ലോസ് ആണ്. ഓക്കെ, നീ വീക്കെൻഡില് ഫ്രീ ആണോ, നമുക്ക് മൂവിക്ക് പോയാലോ. നാണിച്ച് കുഴഞ്ഞോണ്ട് ഏത് മൂവിക്കാണെന്ന് ചോദിക്കുന്നു. ഏതാണേലും കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം. ആ മന്ദബുദ്ധി പെണ്ണ് അതും കേട്ട് നാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലേലും ഇവനിങ്ങനെ പറയുമ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ. ഇവിടെ ജയ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്ത് നേരെ വിളിക്കുന്നത് ആജിനെയാണ്. ഇങ്ങനൊരു ഫോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ പോകുമ്പം, നിക്ക്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന ഒറ്റയ്ക്കൊരു വാക്ക് ചെക്കൻ സിഗ്നൽ പോലും നോക്കാതെ ഇറങ്ങി ഒറ്റൊരു ഓട്ടമാണ്. അടുത്ത സീനില് ജയ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. നീ എന്തിനാ അവരെ നിന്റെ മെക്കിട്ട് കയറാൻ വിടുന്നേന്ന് ചോദിച്ച്. ആജിൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളാണ് ഏറ്റവും വലിയ ഇന്നസെന്റ്. അവള് വീക്കാണ്. എന്താ പറയാ, കറക്റ്റ് മാനിപ്പുലേറ്റേഴ്സ് എങ്ങനെ പെരുമാറോ അതേ കണക്ക്. നല്ല ദേഷ്യത്തില് ജയ അവളുടെ അടുത്ത് നിന്ന് ഫോൺ മേടിക്കാൻ പോകുമ്പം, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ അവക്ക് എൻ്റെ അടുത്ത് പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഇതും കൂടി ആയിട്ടുണ്ടെങ്കിൽ സ്കൂൾ മൊത്തം എന്നെ കുറിച്ചായിരിക്കും സംസാരിക്കുക. അവക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ജയ്ക്ക് ഫ്രസ്ട്രേഷൻ. ജയ്ക്ക് യൂഞ്ചിന്റെ അടുത്താണ് ദേഷ്യം വരുന്നത്, അവനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. കൂടുതൽ പാവമായിട്ട് അവനെ പോലെ ഒരാൾക്ക് സംഹീനെ ഒന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല.
എനിക്ക് ഇപ്പൊ നീ എൻ്റെ അടുത്തുണ്ടായാൽ മാത്രം മതി എന്നൊരുമാതിരി സാഡായിട്ട് കണ്ണ് കലങ്കി പറയുമ്പം അവനെ കൊണ്ടതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ നോക്ക്, നീ ഏറ്റവും സ്മാർട്ടാണെന്ന് എനിക്കറിയാം. ഓൾറെഡി എന്തെങ്കിലും പ്ലാൻ നീ കണ്ടുവച്ചിട്ടുണ്ടാവും. എന്താണെന്ന് എന്നോട് പറ. നീ എന്നെ വേണമെന്ന് പറഞ്ഞു, എന്തു തന്നെ ആയാലും ഞാനത് ചെയ്തിരിക്കും. ക്ലാസ്സിൽ സംഖ്യ ആജിന്റെ മേലെ റോസ് മിൽക്ക് ഒഴിച്ചു എന്നുള്ള ഒരു സംസാരമാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആജിന്റെ ഫ്രണ്ട് ടീച്ചറുടെ മാരേജിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുടെ അടുത്ത് നോക്കിയാൽ പൈസ പിരിക്കുന്നുണ്ട്. അതും എടുത്താൽ പുറത്തേക്ക് വരുമ്പോഴാണ് ആജിനെ കാണുന്നത്. അവള് പൈസ തരാന്ന് പറയുമ്പം അത് വേണ്ടടാ, ഓൾറെഡി പൈസ ആയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓർഫനാണെന്നുള്ള റൂമറുകാരനാണോ എന്ന് ആജുൻ. ഏയ് അതല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിനക്ക് അതാരാ സ്പ്രെഡ് ചെയ്തേന്ന് അറിയണോ എന്നും പറഞ്ഞ് ചെവി പോയിട്ട് എന്തോ പറയുന്നുണ്ട്. അടുത്ത സീനില് ആജിന്റെ 2 ഫ്രണ്ട്സും ബാത്റൂമിലാണുള്ളത്. സംഹീനെ ഇവക്കിതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നുള്ള രീതിക്ക് ഒരുമാതിരി കേവലമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നേന്ന് ചോദിക്കുന്നേന്, അല്ല നീ ആജിന്റെ മേലെ ആ റോസ് മിൽക്ക് ഒഴിച്ചു എന്ന് അറിഞ്ഞിട്ടും യൂഞ്ചി നിന്റെ കൂടെ പുറത്തു വരാമെന്ന് സമ്മതിച്ചോ? ഇവളൊരുമാതിരി ഹൈ റേറ്റ് സൈക്കോ കണക്ക്. അതാരാ പറഞ്ഞത്? ഞാൻ അവളുടെ മേലെ ഒഴിക്കുകയല്ല ചെയ്തത്, എൻ്റെ അടുത്തുനിന്ന് മറിഞ്ഞു പോയതാണ്. ഒരു തുള്ളി പോലും അവളുടെ മുഖത്തായിട്ടില്ല എന്ന് സൈക്കോ കണക്ക് പറഞ്ഞ് പിന്നെ നോർമലായിട്ട് ഇനി മുതൽ ആജിനെ എൻ്റെ അടുത്തേക്ക് പോലും കൊണ്ടുവരരുത് എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. സംഖ്യ അവളുടെ ലോക്കറിൽ ലോക്ക് ഇട്ടോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആജിൻ വന്നടുത്ത് നിൽക്കുന്നുണ്ട്. നിന്നെ യൂജിനെ കാണാൻ നന്നായിട്ടുണ്ട് എന്ന്. അതിന് നിനക്കിപ്പോൾ എന്താ കുഴപ്പം? ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ, അവനെ നന്നായിട്ട് നോക്കണം, നല്ല പയ്യനാണ് എന്നും പറഞ്ഞ് അവള് പോകുന്നുണ്ട്. പക്ഷെ ശരിക്കും വന്നത് പാസ്വേഡ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് നേരെ അത് ജയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഫ്രൈഡേ 4th പീരീഡ് PT ക്ലാസ് എന്ന് ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത് നമ്മൾ കാണുന്നത് വെള്ളിയാഴ്ചത്തെ PT പീരീഡ് ആണ്. ആജൻ പുറത്തേക്ക് വരുന്നതും ഓപ്പോസിറ്റ് ആയിട്ട് യുഞ്ചുൻ വരുന്നുണ്ട്. യുഞ്ചുൻ അവളെ നോക്കുന്നുണ്ടെങ്കിലും അവളത്ര വലിയ മൈൻഡാക്കാതെയാണ് പോകുന്നത്. അവള് പോകുന്നത് തിരിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇതും കണ്ട് സംഖ്യ വരുന്നുണ്ട്. അവളത് മൈൻഡ് ആക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ അവളെ തന്നെ നോക്കിയതാണെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയത്തില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പറയുന്നുണ്ട്. അവൾക്ക് PT പീരീഡ് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം ചെയ്ത പോലെ സുഖമില്ലാന്നും പറഞ്ഞ് നഴ്സിംഗ് റൂമിൽ പോവാണെന്നും പറഞ്ഞ് നമുക്ക് ക്ലാസ് പോയിരിക്കാം എന്ന് യുഞ്ചുൻ പറയുന്ന കേട്ടിട്ട് അവക്ക് ഭയങ്കര സന്തോഷം. അവന്റെ കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാലോ. ഇവിടെ ആർട്ട് ടീച്ചറുടെ അടുത്തേക്ക് ഹീറോയിൻ വന്നിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. സംഹി ക്ലാസ്സിലേക്ക് വന്ന് നോക്കുമ്പം ബോർഡില് ആർട്ട് റൂമിലേക്ക് വാന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് യൂഞ്ചിൻ എഴുതി വെച്ചാണെന്നും പറഞ്ഞ് അവക്ക് ഭയങ്കര സന്തോഷം. അത് എഴുതി വെച്ചത് ജയ് ആണ്. അവൾ അവിടുന്ന് പോയതും ക്ലാസ്സിലേക്ക് വന്ന് അവിടെയുള്ളതെല്ലാം ഇളക്കി മറിച്ചിട്ട് ടീച്ചർക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വെച്ച ആ പൈസ എടുത്ത് നേരെ സംഹീന്റെ ലോക്കറിൽ കൊണ്ട് വെക്കുന്നു. എന്നിട്ട് അവൾ ഇവിടുന്ന് പോയി എന്നുള്ളത് ആജിന്റെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവിടെ സാറ് അവൾ എന്താ പറയുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കുറച്ച് നെർവസ് ആവുന്നെന്ന് പറയുമ്പം ശരി കുറച്ച് റിലാക്സ് ചെയ്യ് എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് സാറ്. എനിക്ക് നെർവസ് ആവുമ്പം കൈ വിറയ്ക്കും, അതുകൊണ്ട് സാറിന്റെ കൈ ഞാൻ കുറച്ചു നേരം പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിന് സാറും കൈ പിടിക്കുന്നുണ്ട്. ആ സമയത്താണ് കറക്റ്റ് സംഖ്യ വന്നിത് കാണുന്നത്. അവളെ ഇഷ്ടമായതുകൊണ്ട് സാറ് ആജിന്റെ പുറകെ കുറെ കാലം നടക്കുവാണ് എന്നുള്ള രീതിക്ക് സംഖ്യയ്ക്ക് തോന്നുന്ന ഇതാണ് ഹീറോയിൻ സംസാരിക്കുന്നത്. സാറ് മുന്നേ പറഞ്ഞതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവും. പിന്നെ പറഞ്ഞ പോലെ ട്രൂ ലവിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി. സാറിനി എന്ത് തന്നെ പറഞ്ഞാലും ഞാനതിന് റെഡിയായി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഈവൽ മൈൻഡ് എങ്ങനെ പോയാലും ഈവളായിട്ടല്ലേ ആലോചിക്കൂ. അങ്ങനെ ആ ഒരു ഹാപ്പിനെസ്സിൽ ക്ലാസ്സിൽ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് ക്ലാസ്സിലെ പിള്ളേരൊക്കെ വരുന്നത്. നോക്കുമ്പോൾ അവരുടെ സാധനങ്ങൾ അവിടെ ഇവിടെയും ചെതറി കിടക്കുന്നു. പണം വെച്ചിരുന്ന എൻവലപ്പ് നോക്കുമ്പം അതൊട്ട് കാണാനുമില്ല. എല്ലാവരും ടെൻഷൻ ആവുമ്പം എല്ലാവരും വറീഡായിട്ടിരിക്കുമ്പം അതിനെക്കുറിച്ച് തീരെ ബോധേഡല്ലാത്തതും ആ റൂമിൽ ഓൾറെഡി ഉണ്ടായിരുന്നതും സംഖ്യ മാത്രമാണ്. അവളാണ് മോഷ്ടിച്ചത് എന്നുള്ള രീതിക്ക് എല്ലാരും പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഒന്നാമത് സൈക്കോ കണക്കാണല്ലോ. ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് അഥവാ നോക്കിയിട്ട് എൻ്റെ അടുത്ത് അതില്ലെങ്കിൽ അപ്പ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ബാഗ് ഫുള്ള് മറിച്ചിട്ട് അതിലൊന്നും കാണാത്തതും പ്രാന്തീന കണക്ക് ആ ടേബിളെല്ലാം തള്ളി മറിച്ച് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു. അപ്പോഴാണ് ജയ് വന്ന് പറയുന്നത് അവളുടെ ലോക്കറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. വെറുതെ എൻ്റെ പ്രൈവസിയിൽ ഇടപെടരുത് എന്ന് ഇവള് ദേഷ്യത്തിൽ വന്ന് പറയുമ്പം പിടിച്ചൊരു തള്ളു വെച്ച് കൊടുക്കുമ്പോഴേക്കും അവൾ അങ്ങ് പോയി വീഴുന്നുണ്ട്. ആ സമയം കൊണ്ട് അവൻ ലോക്കർ തുറന്ന് അവൻ്റെ ഫോണ്, പിന്നെ അവൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള എയർപോഡ്, പിന്നെ പണം ഉണ്ടായിരുന്ന എൻവലപ്പ്, ഇത് 3 എടുത്ത് അപ്പം ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണ്. ആ ഫോൺ എനിക്ക് കളഞ്ഞു കിട്ടിയതാണ്, ബാക്കിയുള്ള കാര്യം എനിക്ക് അറിയത്തില്ല എന്നവള്.
ആരും വിശ്വസിക്കുന്നില്ല. അവക്ക് അതിന്റെ കാര്യമില്ലെന്ന് പറഞ്ഞാലും ആരും അത് മൈൻഡ് ആക്കുന്നില്ല. ബാധ കയറി കണക്ക് ഒച്ചയെടുക്കുന്നുണ്ട്, മുടി പിടിച്ച് കളിക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഹീറോയിൻ അവിടെ ഇരുന്ന് എന്തോ ചുണ്ടുകൊണ്ട് അനക്കിയിട്ട് ഒരുമാതിരി ചിരിക്കുന്നത്. അതും കൂടി ആവുമ്പോ ഇവക്ക് അടിയും കൂടി അങ്ങ് ദേഷ്യം വന്ന്, കുഞ്ഞു പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല അവനും ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന കണക്ക് എന്നെക്കാട്ടും മോശപ്പെട്ടവളാണ് ആജിൻ. അവളാണ് ഇവന്റെ ബോസ്. ഇവരാ ലെഡ്ജറിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ കണ്ടതാണ്. ഇവന്റെ ഫോണിൽ ആ മെസ്സേജസ് മൊത്തം ഞാൻ വായിച്ചതാണ്. അതെന്റെ ലെഡ്ജറാണ്. അതിന് ആജിനായിട്ട് യാതൊരു ബന്ധമില്ല. ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നീ കാണിക്ക് ആ മെസ്സേജസ് എവിടെയാണെന്ന് എന്നും പറഞ്ഞ് ജയ ഫോൺ കൊടുക്കുന്നതും അവൾ നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല. അപ്പൊ അവൾ അടുത്തതായിട്ട് ആർട്ട് ടീച്ചറും ഹീറോയിനും തമ്മിൽ ബന്ധമുണ്ട്. കുറച്ച് മുന്നേ കൂടെ ഞാൻ കണ്ടതാണ്. ആർട്ട് റൂമില് അവരെ കൈ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ട്രൂ ലവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ സാറിനെ ഇവളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പം അവിടെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. വന്ന് ചള്ളക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്താ നീ പറയുന്നതെന്ന് ചോദിച്ച്. അപ്പോഴാണ് ഹീറോയിൻ ആലോചിച്ച് നോക്കുന്നത് അവളുടെ ചെവിയില് അവളുടെ ഫ്രണ്ട് സീക്രട്ട് ആയിട്ട് ക്ലാസ് ടീച്ചർ ആർട്ട് സാറിനെയാണ് കിട്ടാൻ പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. അവിടെയുള്ള സാറ് ഇവിടെ ഹീറോയിനെ കുറിച്ചല്ലേ പറയുന്നത്, അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നടന്നത് എന്ന്. ഞാൻ സാറിൻ്റെ അടുത്ത് ട്രൂ ലവിനെ കുറിച്ചുള്ള ഒരു കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതായിരിക്കും അവൾ കണ്ട് തെറ്റിദ്ധരിച്ച് പറഞ്ഞത് എന്ന് ഭയങ്കര പാവമായിട്ടുള്ള ഫേസും വോയിസും വെച്ച് ഹീറോയിൻ അവൾ ഒരുമാതിരി ഉറഞ്ഞു തുള്ളി നിൽക്കുവാണ്. ആ സമയത്ത് ക്ലാസ് ടീച്ചർ ബാക്കി എല്ലാവരും പുറത്തായിരുന്ന സമയത്ത് നീ മാത്രമായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്, പിന്നെ നീയല്ലാതെ ആര് മോഷ്ടിക്കാനാണെന്ന് ഒച്ചയെടുക്കുമ്പം ഇവള് ഹീറോ പറഞ്ഞിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവൻ പറഞ്ഞിട്ട് തന്നെയാണ് ആർട്ട് റൂമിലേക്ക് പോയത്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടേന്നുള്ള കാര്യം പറയുവാണ്. ഇതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, ഞാൻ ക്ലീൻ ചെയ്യായിരുന്നു എന്ന് യൂൻജുൻ. ശരിയാണ്, യൂൻജുൻ ക്ലീൻ ചെയ്യുക തന്നെയായിരുന്നു. അത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് കൺഫേമും ചെയ്യുന്നുണ്ട്. അത് അവളെ കൊണ്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് സ്നേഹിക്കുന്ന ചെക്കൻ, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തതെന്നും ചോദിച്ച് അടുത്തേക്ക് ചെല്ലുമ്പം യൂൻജുൻ അതിലും വലിയ വില്ലത്തരത്തില് ആജിന്റെ അടുത്ത് കളിക്കരുത് എന്ന് ഞാൻ നിനക്ക് വാൺ ചെയ്തതല്ലേ. സഹിക്ക് ഓൾമോസ്റ്റ് ഭ്രാന്ത് തന്നെ ആവുന്നുണ്ട്. അവളെയും കൂട്ടിയിട്ട് സാർ അവിടുന്ന് പോകുന്നു. പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവളുടെ കാര്യം പറഞ്ഞ് കളിയാക്കി ചിരിച്ച് ഓരോ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൺലൈനിൽ അപ്ലോഡും ചെയ്തു വിടുന്നു. ജയന്റെ വക ഒരു ഇടിവെട്ട് ആർട്ടിക്കിളും. മോള് വീഡിയോസിലൂടെ നാറുവാണെങ്കിൽ അച്ഛന് ഒരു സീക്രട്ട് അഫെയർ ഉണ്ട് അതും പറഞ്ഞിട്ടാണ് ജയ് ആർട്ടിക്കിൾ എഴുതുന്നത്. ക്ലാസ് ടീച്ചർ സംഹീന്റെ അമ്മേനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അമ്മയാണെങ്കിൽ അച്ഛനെ ഇട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീക്രട്ടായിട്ട് അഫെയർ വെച്ച് തന്നെ പറ്റിച്ചതിന്. അവിടെ അച്ഛൻ ചെവി കൂട്ടുന്നണക്ക് വഴക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പം അവക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ വിരക്തിയില് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പം അവിടെ ഹീറോയിൻ നിന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതല്ലേ, പടത്തിലൊക്കെ ക്ലൂലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആദ്യം മരിക്കുകയെന്ന്. നീ മിണ്ടി പോരുത്, ഇതിനൊക്കെ കാരണം നീയാണ് വൃത്തികെട്ടവളെ. നീയാണ് പോയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്തത്. നീയാണ് എൻ്റെ മേത്ത് വന്ന് വെള്ളം കൊണ്ടൊഴിച്ചത്. പോരാത്തന്നെ എൻ്റെ ഫുഡ് ചീത്തയാക്കിയത്. ഇങ്ങനെ ചെയ്തതല്ല നീയാണ്. അതുകൊണ്ട് ഈ കിട്ടിയതിനൊക്കെ നീയാണ് കാരണം. എന്നെ ഇങ്ങനെ പുറത്താക്കിയാൽ എല്ലാം കഴിയുന്ന നീ വിചാരിക്കണ്ട. നിനക്ക് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കുന്നു പറയുമ്പം ദാ നോക്ക്, നീ ഒരു മണ്ടിയാണ്. ആ ബോർഡിൽ എഴുതിയ കൈയെഴുത്ത് യൂൻജുൻ്റെതല്ലാന്ന് അങ്ങ് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അതുപോലെ നിനക്ക് പറ്റിയില്ല. പിന്നെ നീ എന്താ വിചാരിച്ചേ, യൂൻജിന് നിന്നെ ഇഷ്ടമാണെന്നോ? അതൊരു അഭിനയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പോരാത്തേന് ആ ക്ലാസ് റൂം തുറന്നിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാര്യം, ആ ലേഡി ടീച്ചർ അഫെയർ വെച്ചിരുന്നത് നിന്റെ അച്ഛനുമായിട്ടാണ്. നീ ഒരു ചെകുത്താനാണ്. മനുഷ്യരൂപത്തിലുള്ള മനുഷ്യ ശരീരമുള്ള ഒരു ഡീമൻ. ഉറപ്പായിട്ടും ഇത് ഞാൻ തിരിച്ചടിച്ചിരിക്കും. നിനക്ക് ആരുമില്ല, നീ ഒരു ഓർഫനാണ്. പക്ഷെ എൻ്റെ പുറകിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഹീറോയിൻ അതിലും വില്ലത്തരത്തില് ഇതാ നോക്ക്, ഞാൻ ജനിക്കുമ്പോഴേ ഓർഫൻ അല്ലായിരുന്നു, ഞാനായിട്ട് തെരഞ്ഞെടുത്തതാണിത് എന്ന് അവളുടെ അമ്മ അവളുടെ കാല് പിടിച്ചതും അവള് തട്ടി മാറ്റി വന്നായിരുന്നല്ലോ, അതോർത്ത് പറയുന്നുണ്ട്. അമ്മയായിരുന്നു അവളുടെ ആദ്യത്തെ എക്സ് എന്ന്. ഹീറോ ഏതാ വില്ലൻ ഏതാന്ന് മനസ്സിലാവാത്ത ഒരുപാട് സീരീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതില് ഹീറോയിൻ കംപ്ലീറ്റ്ലി വില്ലത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഹീറോയിനാണ് താനും. സോ ഫസ്റ്റ് എപ്പിസോഡാണ് ഈ സെക്കൻഡ് പാർട്ടിൽ കഴിഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.